ഒരിക്കൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സിയിൽ കോൺസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? അതായത് ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡാണ് സിയിലുള്ളത്. ഒന്ന്, കോൺസ്റ്റ് എന്ന കീവേഡ് യൂസ് ചെയ്യാം. കോൺസ്റ്റ് ഇൻറ്റ് n ഈക്വൽ ടു 100 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇനി മുതൽ n എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 100 തന്നെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു മെത്തേഡാണ് ഹാഷ് ഡിഫൈൻ. ഹാഷ് ഡിഫൈൻ പൈ 3.14 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഹാഷ് ഡിഫൈൻ പൈ 3.14 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇനി പ്രോഗ്രാമിൽ എവിടെ നിങ്ങൾ പൈ എന്ന് യൂസ് ചെയ്താലും അതിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 3.14 ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇതും സെയിം ആണ്. കോൺസ്റ്റ് സെയിം ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സെയിം പോലൊക്കെ തോന്നും. ഓക്കെ, അതിന്റെ ഒരുപാട് ഡിഫറൻസുകൾ കാര്യം ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കോൺസ്റ്റ് ഫ്ലോട്ട് പൈക്കൽ 3.14 എന്ന് എഴുതുന്നതും ഹാഷ് ഡിഫൈൻ പൈ 3.14 എന്ന് എഴുതുന്നതും നമ്മൾ പ്രോഗ്രാമിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് പൈ എന്ന് പറഞ്ഞ വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ഇതൊക്കെ. കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്യുന്നതും ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്യുന്നതും. ഇത് എന്തുകൊണ്ടാണ് എക്സാക്ട്ലി സെയിം അല്ലെന്ന് ഞാൻ പറയാം. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്നത് മാക്രോസ് ആണ്. ഓക്കെ, മാക്രോ എന്ന് പറയുന്നത് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിന്റെ വാല്യൂ ആണ് 3.14. ഇവിടെ ആക്ച്വലി ഒരു വേരിയബിളേ ഇല്ല. എവിടെ നിങ്ങൾ പൈ എന്ന് കാണുന്നോ ആ പൈ മൊത്തവും അത് 3.14 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് മാറ്റി റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനത്തെ വേരിയബിളിന്റെ സ്പേസ് പോലും അലോട്ട് ചെയ്യത്തില്ല. അത് പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ പൈ എന്ന് എവിടെ കാണുന്നോ അത് മൊത്തം മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഇപ്പം ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പ്രോഗ്രാം എഴുതി വെച്ചേക്കുന്നത്. ബട്ട് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഈ പൈ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ 3.14 എന്ന് പ്ലേസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഹാഷ് ഡിഫൈൻ ചെയ്യുന്നത്. കോൺസ്റ്റ് കീവേഡ് അങ്ങനെയല്ല. കോൺസ്റ്റ് കീവേഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വേരിയബിൾ ഉണ്ടായിരിക്കും, പൈ എന്നൊരു വേരിയബിൾ തന്നെ ഉണ്ടായിരിക്കും. ആ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രം. ബട്ട് ഇൻ എഫക്റ്റിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് രണ്ടും കോൺസ്റ്റന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പലപ്പോഴും നമ്മൾ ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ചിട്ടുണ്ടാണ്ട് ഉറപ്പിച്ചു എന്ന് മാത്രം.